പറയാനുള്ള കാരണം എന്താ അറിയുങ്ങള്? മഹാനായ തങ്ങൾ ഉസ്താദിന്റെ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞിരുന്നു, എന്ത്? നരകക്കാരുടെ ലിസ്റ്റ്, സ്വർഗക്കാരുടെ ലിസ്റ്റ് അത് പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്. ആ പ്രസിദ്ധീകരിക്കപ്പെട്ട ലിസ്റ്റ് അള്ളാഹു അറിയിച്ചു കൊടുത്ത ആളുകൾക്കറിയാം എന്ന തങ്ങൾ ഉസ്താദിന്റെ പ്രസംഗം ഇട്ടിട്ട് വ്യാപകമായ പരിഹാസം. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? അങ്ങനെ ലിസ്റ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? അതിനെ സംബന്ധിച്ച് ഖുർആനിന്റെ നിലപാടെന്താണ്? അതിനെ സംബന്ധിച്ച് ഹദീസിന്റെ നിലപാടെന്താണ്? നമുക്കും ചർച്ച ചെയ്യാം. അദ്ദേഹം പറയട്ടെ. ന്റെ പ്രസിഡന്റ് ഉണ്ടല്ലോ ജിഫിരിക്കോയ തങ്ങൾക്ക് ഇപ്പൊ അവസാനം പറയണത് എന്താ വെച്ചാല് ഒരു കാര്യമുണ്ട്. അദ്ദേഹം ജിഫിരിക്കോയ എന്ന് പറഞ്ഞിട്ടാണ് പരിഹസിക്കണം. അദ്ദേഹം പ്രസംഗം മുഴുവൻ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് അതിന് മറുപടി പറയാൻ കഴിയാഞ്ഞിട്ടൊന്നുമില്ല. സമസ്തയുടെ പ്രസിഡന്റ് നിങ്ങൾ പറയുന്ന ജിഫ്രിക്കോയ എന്നുള്ളത് മുത്താണ്. അത് മുത്തുക്കോയ തങ്ങളാണ്. പകരം വെക്കാനില്ലാത്ത മുത്താണത്. നിങ്ങളുടെ കൂട്ടത്തിലൊരു കോയ, അത് കോയ ടി പി അബ്ദുള്ള കോയ. ടി പി അബ്ദുള്ള കോയ മതിന് അത് ഞാൻ എന്നെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചതാണ്. ജിഫ്രി മുത്തുകോയ തങ്ങൾ എന്റെ ഉസ്താദാണ്. 2 കൊല്ലം അവിടുത്തെ മുമ്പിലിരുന്ന് കിതാബ് ഓതിയാളാണ് ഞാൻ. എന്റെ ഉസ്താദിനെ പറയുമ്പോ എനിക്ക് വേദന ഉണ്ടാവൂലേ? അദ്ദേഹത്തിന്റെ പേര് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ എന്ന ആ പേരെ പറയാവൂ. പേര് പറഞ്ഞ് പരിഹസിക്ക്, പേര് പറഞ്ഞ് കളിയാക്ക്. എത്ര വലിയ അപകടമാണത്. ആശയുണ്ടെങ്കിൽ അത് പറയാ. പേരിലുള്ള പരിഹാസമൊന്നും ഒരു ദാഹിയെ സംബന്ധിച്ചിടത്തോളം യോജിച്ച സംഗതിയല്ല. നിങ്ങൾ ഒരുപാട് കാലം പ്രസിഡന്റായി കൊണ്ടു നടന്നിരുന്ന, ഇന്നു നിങ്ങളുടെ നേതാവായ ടി പി അബ്ദുള്ള കോയ മദനി എന്ന നിങ്ങൾക്കൊരു കോയയുണ്ട്. 2 കിതാബിലെ 2 വരി ഇബാറത്ത് തെറ്റിയില്ലാതെ വായിക്കാൻ അദ്ദേഹത്തെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു പ്രസംഗത്തിൽ ഇബാറത്ത് വായിക്കണത്? എവിടെയെങ്കിലും ഒരു ഇബാറത്ത് വായിക്കണം? വല്ലാതെ പോയ വർത്താൻ ഞങ്ങളെ കൊണ്ട് പറയിക്കരുത്. പറയുന്നത് ഔലിയാക്കന്മാർ നിങ്ങളാ മനസ്സിലാക്കിയതുപോലെ ഒന്നും അല്ലടോ. അവർ ഓരോരുത്തരെ കണ്ടാ നരകത്തിലാണോ, നരകത്തിലാണെന്നാണ് പറയും, സ്വർഗത്തിലാണെന്നാണ് പറയും. അങ്ങനൊന്നും തങ്ങൾ ഉസ്താദ് പറഞ്ഞിട്ടില്ല. അത് അയാളെ വക ഉള്ള ഒരു പരിഹാസം. അങ്ങനൊന്നും തങ്ങൾ ഉസ്താദ് ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല. തങ്ങൾ ഉസ്താദിന്റെ പ്രസംഗം അയാൾ തന്നെ പെടുന്നുണ്ട്. നമുക്ക് കേൾക്കാരോ? കാരണം ഇവിടെ നരകത്തിന്റെ ലിസ്റ്റൊക്കെ ഇറക്കിയിട്ടുണ്ടോ? ഇവിടെ നരകത്തിന്റെ ലിസ്റ്റൊക്കെ ഇറക്കിയിട്ടുണ്ട്. ആ ഇറക്കിയ ലിസ്റ്റൊക്കെ ഇവരുടെ ഔലിയാക്കന്മാരെ എടുത്തിട്ടുണ്ട്. അവരത് നോക്കിയിട്ടാണ് പറയുന്നതാണ്. ഇവര് വിചാരിച്ചത് PSC ലിസ്റ്റ് ഇറക്കിയവരെ ഇറക്കിയിരിക്കുന്നത്. മനുഷ്യന്റെ തലച്ചോല് കുറച്ച് കാൽപ്പാർപ്പ് വേണം. ഇതിങ്ങനെ ഏതെങ്കിലും എക്സാം എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതുപോലെ ഇങ്ങനെ എല്ലായിടത്തും എഴുതി ഇങ്ങനെ ഒട്ടിച്ച ലിസ്റ്റാണെന്നാണ് ഇയാൾ മനസ്സിലാക്കിയത്. കൊണ്ടുവന്നോലും ചോറ് കൊടുത്തോലും കൈമർക്ക് കൊടുത്തോലും ഒന്ന് ആലോചിച്ചോളി, എന്തിനാ ഇയാളെ കൊണ്ടുവന്നത്? പറയും. എന്താണെന്നറിയോ? നരകത്തിന്റെ ലിസ്റ്റും സ്വർഗത്തിന്റെ ലിസ്റ്റും ലൗഹുൽ മഹ്ഫൂദും ഒക്കെ ഇവരുടെ വില്ലേജ് ഓഫീസിന്റെ മുമ്പിലുള്ള മരപ്പലകമ്മൽ എഴുതി ഒട്ടിച്ചിട്ടുള്ള കടലാസിന്റെ വിലയും കൂടി ലൗഹുൽ മഹ്ഫൂദിൽ ഇല്ല. ഇവർക്ക് ആ ലൗഹുൽ മഹ്ഫൂദിന്റെ കഥ ഞാൻ പറയാം. നിങ്ങളെ നേതാവായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ലൗഹുൽ മഹ്ഫൂദിലുള്ള കാര്യം പറഞ്ഞത് ഞാൻ ഇവിടെ തെളിയിക്കും. അദ്ദേഹത്തെ പറ്റി നിങ്ങൾ പറയും. നിങ്ങളുടെ ശൈഖായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ലൗഹുൽ മഹ്ഫൂദിലുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. നിശാൽ ഞാൻ സൗകര്യം പോലെ ഞാനത് കാണിക്കും, ഞാനത് വായിക്കും, ഞാനത് കേൾപ്പിക്കും. നമുക്ക് എമ്മല് തീരുമാനാക്കാലോ. എന്നിട്ട് ലൗഹ അങ്ങോട്ട് നോക്കി പറയൂ അത്രേ. ഓരോരുത്തരുടെയും ശരീരത്തിലും ഓരോ ലൗഹുണ്ട് എന്നാ. അവരെ കണ്ണെപ്പോഴും ലൗഹില്ലാതെന്നോവരേ. ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കി ഇങ്ങനെ കിടക്കുകയും ഇരിക്കുകയൊക്കെ ആണ്. ഇപ്പൊ ഭയങ്കര കോയപ്പാപ്പിയും മറ്റേ CM-ഉം എല്ലാവരും ഒക്കെ ഇങ്ങനെ അതിൽ നോക്കിയിട്ടാ പറയണത്. അതൊക്കെ കാണുവാനുള്ളതായിരിക്കുന്ന പ്രത്യേകമാകുന്നതായ ചില മാധ്യമങ്ങൾ അവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്നാണ് നമ്മളെ ജിഫ്രിക്കോയ തങ്ങൾ പറയുന്നത്. സമസ്തന്റെ പ്രസിഡന്റ് അല്ലേ, മൂപ്പരിവിടെ വരാൻ ശരിയാവില്ല. അതന്നെ ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ സംസാരത്തെ പോലും മൂപ്പരന്റെ ഇടയിൽ കളിയാക്കിയിട്ട് നിങ്ങളെ ശ്രദ്ധിച്ചോന്നറിയില്ല. പറയട്ടെ. ഇഷ്ടത്തിൽ പെട്ട് കിടക്കണ കാല. അതുകൊണ്ട് നമ്മൾ മൂപ്പരെ ഒന്ന് പരിഗണിക്കുകയാണ് ഇപ്പോ. അതുകൊണ്ട് മൂപ്പരെ ആ വാദം ഒന്ന് നമ്മളൊന്ന് കേൾക്കുക. അപ്പൊ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അതാ മൂപ്പര് പറഞ്ഞു, എന്റെ പുതിയതായ നരകത്തില്ല, നരകത്തെ കാക്കും. ഒരു മിനിറ്റ് നിങ്ങൾ അതിൽ എഴുതിയോ നോക്കി. നിങ്ങൾ മുജാഹിദ് എഴുതിയത് നരകത്തിലുള്ളവരെ അറിയുന്ന മഹാൻ. തങ്ങളുസ്ഥാനെ കളിയാക്കി എഴുതിയതാണ്. നരകത്തിലുള്ളവരെ അറിയുന്ന മഹാൻ. ബഹുമാനപ്പെട്ട തങ്ങളുസ്ഥാനെ പരിഹസിച്ചിട്ട് അവർ എഴുതിയതാണത്. തങ്ങളുസ്ഥാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ നരകത്തിലുള്ള ആളുകൾ ആരാന്ന് ഞാൻ അറിയുന്നു? അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്ന മഹാന്മാർക്കറിയും. അത് അറിയോ ഇല്ല എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഞാൻ തെളിയിച്ചു തരാം. പറയട്ടെ. എന്റെ പുതിയതായ നരകത്തില്ല, നരകത്തെ കാക്കും മലക്ക് ചൊന്നോവണം. അത് നരകത്തിന്റെ ലിസ്റ്റഡോ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്. അറിയോ?
ആ ലിസ്റ്റ് നോക്കി മനസ്സിലാക്കാൻ മഹാന്മാർക്ക് കഴിയും. അതിൻ്റെതായ പ്രത്യേകമാവുന്ന ഒരു മാധ്യമം അവരെ കൈവശമുണ്ട്. തീർന്നില്ല, അടുത്തും കൂടി കേട്ടോളി. ആ. ലൗഹ് ഇങ്ങനെ പിന്നെ ആ പ്രസംഗം തീരുന്നവരെ തങ്ങളുസ്ഥാന്റെ പ്രസംഗമൊക്കെ ഇടാൻ കഴിഞ്ഞിട്ടില്ല. ഇടുന്നു വരുന്നൊക്കെ പിന്നെ വേറെ ക്ലിപ്പാ. അത് ഞാൻ